ഹിൽമെന്റ് സെറ്റിൽമെന്റിൽപ്പെട്ടവർക്ക് ഉടൻ പട്ടയം നൽകണമെന്നും വന്യജീവി ആക്രമണം തടയുക, സെറ്റിൽമെന്റിലെ മരം മുറിക്കുന്നതിലെ തടസ്സം നീക്കം ചെയ്യുക, ജനങ്ങളുടെ മേൽ വനംവകുപ്പിന്റെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുണ്ടക്കയം, കോരിത്തോട്, എരുമേലി എന്നീ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ 29 4 മണിക്ക് കേരള സർക്കാരിനെതിരെ പ്രതിഷേധ ജ്വാല നടത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിഷേധ ജ്വാല പൊതുസമ്മേളനം ആന്റോ ആന്റണി എം പി ഉദ്ഘാടനം ചെയ്യും. മുൻ എം പി രമ്യ ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തും. ഇതിനു മുന്നോടിയായി പാക്കാനത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്ര KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PA സലീം ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ജില്ലാ UDF കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു, KPCC എക്സിക്യൂട്ടീവ് അംഗം തോമസ് കല്ലാടൻ, DCC ജനറൽ സെക്രട്ടറി പ്രകാശ് പുളിക്കൻ, ബ്ലോക്ക് പ്രസിഡന്റ് ബിനു മറ്റക്കര, റോയി കപ്പലുമാക്കൽ, മറ്റ് പ്രമുഖ നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും. ഇടത് സർക്കാർ കഴിഞ്ഞ തവണയും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പട്ടയം നൽകാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയും വീണ്ടും തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ പട്ടയം നൽകാമെന്ന് പറഞ്ഞ് സെറ്റിൽമെന്റിൽപ്പെട്ടവരുടെ സ്ഥലം അളക്കുകയും MLA-യുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചുകൂട്ടുകയും ചെയ്തിട്ടും പട്ടയം ഇതുവരെ കൊടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് MLA-യുടെയും കൂട്ടരുടെയും കുതന്ത്രമാണോ എന്ന് സംശയിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഇന്നേ വരെ പട്ടയം ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് നേരത്തെ ഇവിടെ ഒരു ജനകീയ സമരം പുഞ്ചവൽ കേന്ദ്രീകരിച്ച് നടക്കുകയുണ്ടായി. അപ്പോൾ ആ ജനകീയ സമരത്തിന് ശേഷം കോട്ടയത്ത് നിന്ന് കളക്ടർ വന്ന് ഒരു പ്രഖ്യാപനം നടത്തി. അന്ന് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ പട്ടയം കൊടുക്കാൻ പോവാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ. അപ്പോൾ ഇത് പറയുന്ന ആ സമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ വരുന്ന ഒരു സമയമാണ്. പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ പട്ടയം കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും വില്ലേജിൽ കൊണ്ട് അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. ആ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ നടപടിയും ഉണ്ടാകാതെ വന്ന സാഹചര്യമുണ്ടായി. ആളുകൾ ഇപ്പോൾ പട്ടയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ ഒരു പരിപാടിയാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പല ആളുകളും ഇപ്പോൾ കിട്ടുമെന്നും പറഞ്ഞ് തെറ്റിദ്ധരിച്ച് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം കുറേ നാളുകൾ കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും പട്ടയ നടപടികളുമായി മുൻപോട്ട് പോകാമെന്നും പറഞ്ഞ് സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി. ഇവിടുത്തെ MLA-യുടെ നേതൃത്വത്തിലാണ് ആ നടപടികൾ. ഇവിടുത്തെ MLA ഉണ്ട്, ത്രിതല പഞ്ചായത്ത് സംവിധാനം, എല്ലാ ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തുകളും ത്രിതല സംവിധാനമാണ്. ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പുഞ്ചവൽ കേന്ദ്രീകരിച്ചൊരു വലിയ സമ്മേളനം സംഘടിപ്പിക്കുകയും മുഴുവൻ ആളുകൾക്കും അടിയന്തര നടപടി എന്ന നിലയിൽ പട്ടയം കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതും പ്രഖ്യാപിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിക്കുകയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആസന്നമായി. അതിനുശേഷം 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ്. അപ്പം വീണ്ടും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു അടവ് നയമാണ് എന്നാണ്, ഇടതുപക്ഷത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും അടവ് നയമാണ് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളും ചെറുകിട കർഷകരും തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ അവരുടെ പുരയിടത്തിൽ നിൽക്കുന്ന തടികൾ മുറിക്കുവാൻ പറ്റാത്ത സാഹചര്യം, വന്യജീവി ശല്യം, വനവകുപ്പിന്റെ സാധാരണക്കാരുടെ മേലുള്ള കടന്നുകയറ്റം, ഇത്തരം നടപടികൾ കൊണ്ട് ഈ പ്രദേശത്തെ കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും വീർപ്പുമുട്ടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വീട് വെക്കാൻ വേണ്ടി അവനാവശ്യമായ തടി സ്വന്തം ഭൂമിയിൽ നട്ടുവളർത്തിയ തടി വെട്ടിമാറ്റാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അത് കാരണം ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു മനുഷ്യന് അന്യായ വില കൊടുത്ത് തടി മേടിക്കേണ്ടി വരും. ഒപ്പം ഈ മേഖലയിൽ പണിയെടുക്കുന്ന 100 കണക്കിന് തൊഴിലാളികളുണ്ട്. അവർക്ക് കഴിഞ്ഞ 2 മാസമായിട്ട് പുതിയൊരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വണ്ടമ്പതാലിൽ വന്നതിന് ശേഷം 30 ഇഞ്ചിൽ മേളിലുള്ള മരങ്ങൾ, റബ്ബർ മരം ഒഴികെ 30 ഇഞ്ച് മേളിലുള്ള ഒരു മരവും മുറിക്കാൻ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ സമ്മതിക്കത്തില്ല. അത് ആദിവാസി വിഭാഗങ്ങളുടെ ആണെങ്കിലുള്ള, അതുപോലെ SC വിഭാഗങ്ങളുടെ ആണെങ്കിലും ജനറൽ വിഭാഗങ്ങളുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിൽ പറഞ്ഞാലും ശരി 35 മേളിലുള്ള ഒരു പ്ലാവോ ഒരു ആഞ്ഞിലിയോ ഒരു മഹാഗണിയോ ഒരു മരവും മുറിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകളെ പോലെ തന്നെ ഈ പിക്കപ്പ് വാൻ ഉൾപ്പെടെയുള്ള, നമുക്കറിയാം ഓട്ടോ ഇല്ലാതെ മുഴുവൻ വണ്ടികളും അവരവരുടെ വീടുകളിൽ കിടക്കുക. ഒരു വലിയ
നമ്മുടെ മേഖലയിലെ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മേഖലയിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തുന്ന ഒന്നാം ഘട്ട സമരമാണ് പുഞ്ചവയലിൽ നടക്കുന്നത്. ഏതാണ്ട് 38 വർഷം പഴക്കമുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരത്തിൽ പാക്കാനം ടൗണിൽ കഴിഞ്ഞ പ്രളയത്തിൽ ഭാഗികമായി ഒലിച്ചുപോയ എൻ്റെ വീടും സ്ഥലവും അതൊന്ന് ആയിട്ടൊന്ന് കട്ടകൾ കെട്ടി ഒന്ന് ബലപ്പെടുത്തിയപ്പോഴാണ് വ്യാജ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിൻ്റെ ഭൂമി കയ്യേറി വീട് നിർമ്മിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പാക്കാനത്ത് ഫോറസ്റ്റിൻ്റെ ഒരു നീണ്ട നിരയാണ്. ഒരു കുടിയൊഴിപ്പിക്കൽ ഒരു പശ്ചാത്തലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് വനം വകുപ്പിൻ്റെ ഭൂമിയാണോ പഞ്ചായത്തിൻ്റെ ഭൂമിയാണോ? വാർത്താ സമ്മേളനത്തിൽ KS രാജു, B ജയചന്ദ്രൻ, റോയി കപ്പലുമാക്കൽ, KK ജനാർദ്ദനൻ, CA തോമസ്, NR സുരേഷ്, TT സാബു, അയൂബ് ഖാൻ, ബെന്നി ചേറ്റുകുഴി, സാബു മടുകാങ്കൽ, ജോമോൻ, ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു.